ADGP MR അജിത് കുമാർ വളരെ സേഫായി തന്നെ ഇന്നും അതേ സ്ഥാനത്ത് തുടരുന്നുണ്ട്. വലിയ വിമർശനങ്ങൾ ഈ വിഷയത്തിൽ പല കോണുകളിൽ നിന്ന് സ്വന്തം മുന്നണിയിൽ നിന്ന് തന്നെ ഉയരുന്നുണ്ട്. എന്നിട്ട് പോലും മുഖ്യമന്ത്രി ഒരക്ഷരം ഈ വിഷയത്തെക്കുറിച്ച് മിണ്ടിയിട്ടില്ല. RSS കൂടിക്കാഴ്ചയിൽ വലിയ വിമർശനങ്ങൾ പാർട്ടിയിൽ നിന്ന് തന്നെ കേൾക്കേണ്ടി വന്നിട്ടുണ്ട്. CPM-ന് അണികളോടെങ്കിലും അതിനൊരു വിശദീകരണം കൊടുക്കാനുള്ള ബാധ്യത സർക്കാരിനുണ്ട്, പാർട്ടിക്കുണ്ട്, പക്ഷേ ഉണ്ടായിട്ടില്ല. എന്താണ് മുഖ്യമന്ത്രിയുടെ ഈ മൗനത്തിൻ്റെ പിന്നിൽ? മുഖ്യമന്ത്രിയുടെ മൗനത്തെക്കുറിച്ച് നമ്മൾ കഴിഞ്ഞ ദിവസമൊക്കെ സംസാരിച്ചു. നോക്കൂ, ADGP അജിത് കുമാർ ദത്താത്രേയ ഹൊസബാലയെ പോയി കാണുന്നത്, പിന്നെ റാം മാധവനെ പോയി കാണുന്നത്, ഇതൊന്നും മുഖ്യമന്ത്രി അറിയാതെയാണ് എന്ന് നമുക്ക് വിചാരിക്കാൻ പറ്റില്ലല്ലോ. രണ്ട് പ്രശ്നമുണ്ട്. മുഖ്യമന്ത്രി അറിയാതെയാണ് ഇങ്ങനെ പോയി കണ്ടതെങ്കിൽ മുഖ്യമന്ത്രിക്ക് ആ കസേരയിലിരിക്കാൻ പറ്റില്ല, അല്ലേ? അദ്ദേഹത്തിൻ്റെ കീഴിൽ അദ്ദേഹത്തിന് റിപ്പോർട്ട് ചെയ്യുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു പോലീസ് ഓഫീസർ അദ്ദേഹത്തിൻ്റെ ശത്രുസ്ഥാനത്ത് നിൽക്കുന്ന ഒരു പ്രസ്ഥാനത്തിൻ്റെ ടോപ്പ് ബ്രാസ് ആയിട്ടുള്ള ആളുകളെ അങ്ങോട്ട് പോയി കാണുകയാണ്, രഹസ്യ കൂടിക്കാഴ്ച നടത്തുകയാണ്, മണിക്കൂറുകളോളം സംസാരിക്കുകയാണ്. അതൊന്നും താൻ അറിയുന്നില്ല, അല്ലെങ്കിൽ തൻ്റെ ഓഫീസിലുള്ള ആളുകൾ അറിയുന്നില്ല എന്നാണെങ്കിൽ അതിനർത്ഥം ഈ പണിക്ക് പറ്റില്ല എന്നാണ്. അങ്ങനെയല്ലേ? അദ്ദേഹത്തിനെതിരെ വരെ ഗൂഢാലോചന നടത്താൻ ഇദ്ദേഹത്തിൻ്റെ കീഴിൽ ജോലി ചെയ്യുന്ന ഈ അജിത് കുമാറിന് സാധിക്കുമല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ടും അറിയാതെ ആവില്ല. ഇനി അറിഞ്ഞിട്ട് അങ്ങനെ ചെയ്യുമ്പോൾ മുഖ്യമന്ത്രി ഇതുവരെ എന്തുകൊണ്ട് അതേക്കുറിച്ച് ചോദിച്ചില്ല. അപ്പോൾ ഇതിൽ രേഷ്മ, ഇതിലൊരു ഈ എപ്പിസോഡിലെ ഓരോ കാര്യവും സങ്കീർണമായ ഒരുപാട് ചോദ്യങ്ങൾ മുന്നോട്ട് വെക്കുന്നുണ്ട്. നമുക്ക് ഇത് തുടങ്ങുന്നത് അൻവറിൻ്റെ ചില എക്സ്പോഷർ കൊടുക്കുകയാണ്. അൻവർ എന്ന് പറഞ്ഞാൽ ഭരണപക്ഷ MLA ആണ്. അൻവർ പറഞ്ഞ് അവസാനം എന്തൊക്കെയാണ് പറയുന്നത്? ഞാൻ തോക്ക് ലൈസൻസ് എടുക്കുകയാണെന്ന് പറയുന്നു. എന്താണ് ഒരാൾ തോക്ക് ലൈസൻസ് എടുക്കുകയാണെന്നൊരു MLA പറയണതിൻ്റെ അർത്ഥം എന്താണ്? ഈ സംസ്ഥാനത്ത് എനിക്ക് സുരക്ഷയൊരുക്കാൻ ഇവിടുത്തെ ഏജൻസികൾ പര്യാപ്തമല്ല എന്ന തിരിച്ചറിവിൽ ഞാൻ എത്തി എന്നുള്ളതല്ലേ? തോക്ക് ലൈസൻസിന് വേണ്ടി ആളുകൾ എപ്പോഴാണ് അപേക്ഷിക്കുക? സ്വന്തം സുരക്ഷയുടെ കാര്യത്തിൽ ഭീതി ഉണ്ടാകുമ്പോഴാണ്. അൻവർ ഭയക്കുന്നു. ഇന്നലെ അൻവർ എന്താ പറഞ്ഞത്? ADGP അജിത് കുമാർ ആ കസേരയിൽ തുടരുന്നത് എന്നെ കുരുക്കാൻ വേണ്ടിയാണ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? ഈ ഭരണപക്ഷ MLA പിണറായി വിജയൻ്റെ കീഴിലുള്ള ഈ പോലീസ് ഓഫീസർ അദ്ദേഹത്തിൻ്റെ തന്നെ മുന്നണിയിൽപ്പെട്ട MLA കുരുക്കാൻ പോവുകയാണ്. അപ്പോൾ അയാൾ ആ കസേരയിലിരിക്കുന്നത് പിണറായി വിജയൻ്റെ ദയാദാക്ഷിണ്യത്തിലാണ്. അപ്പോൾ പിണറായി വിജയൻ്റെ ദയാദാക്ഷിണ്യത്തിൽ പുള്ളി ആ കസേരയിലിരിക്കുന്നത് അൻവറിനെ കുരുക്കാൻ വേണ്ടിയാണ്. ഭയങ്കര സങ്കീർണ്ണമാകുകയല്ലേ പ്രശ്നം? അപ്പോൾ ഇതിൽ ഒന്നുമില്ല. ഇത് ഒരർത്ഥത്തിൽ ഇതിനെ സങ്കീർണ്ണമാകുന്നതിന് മറ്റൊരു വളരെ ലളിതമാണ്. ഈ പറയുന്ന ആൾ ADGP അജിത് കുമാർ എന്ന് പറയുന്ന ആൾ, അയാൾ IPS ഓഫീസറാണ്. IPS എന്ന് പറയുന്നത് എന്താണ്? നാഷണൽ കേന്ദ്ര സർവീസാണ്. അതുകൊണ്ട് സംസ്ഥാന സർക്കാരിന് എന്ത് ചെയ്യാൻ പറ്റുന്നൊക്കെ ചില ക്യാപ്സ്യൂൾ നിർമ്മാതാക്കൾ സൈഡിൽ കൂടെ ചോദിക്കുന്നുണ്ട്. അതിനൊരു കഥയില്ല. ഇയാളെ എന്താണ് സസ്പെൻഡ് ചെയ്യണമെന്നോ പുറത്താക്കണമെന്നോ ഒന്നും പറയുന്നില്ല. ഇയാൾ ഇപ്പോൾ ഇരിക്കുന്ന ആ പോർട്ട്ഫോളിയോ ഉണ്ടല്ലോ, അത് മാറ്റാൻ സർക്കാരിന് എന്താണ് തടസ്സം? ലോ ആൻഡ് ഓർഡറിൽ തന്നെ അദ്ദേഹം ഇരിക്കണമെന്ന് ഇവിടെ നിയമമുണ്ടോ? ഇവിടെ വേറെന്തെല്ലാം പോർട്ട്ഫോളിയോസ് ഉണ്ട്. പോലീസിനകത്ത് തന്നെ ഫയറുണ്ട്, വിജിലൻസ് ഉണ്ട്, ഹെഡ് ക്വാർട്ടേഴ്സ് ഉണ്ട്, വേറെ പോലീസ് അക്കാഡമി ഉണ്ട്, വേറെ എന്തെല്ലാം പരിപാടികളുണ്ട്. ഇനി വേണ്ട, കേരളത്തിലെ എത്ര IPS ഓഫീസർമാർ ഇതിന് പുറത്തുള്ള ഉത്തരവാദിത്തങ്ങൾ ചെയ്തിട്ടുണ്ട്. KSRTCയിൽ ഇരുന്നവരുണ്ട്, കൺസ്ട്രക്ഷൻ കോർപ്പറേഷനിൽ ഇരുന്നവരുണ്ട്, ഹഡ്കോയിൽ ഇരുന്നവരുണ്ട്, വേറെയും പല ചുമതലകൾ പലതരം ഉത്തരവാദിത്തങ്ങൾ വഹിച്ചിട്ടുണ്ടല്ലോ. അദ്ദേഹത്തിൻ്റെ ഡെസിഗ്നേഷൻ ഒന്നും ചേഞ്ച് ചെയ്യുന്നില്ല, ഉത്തരവാദിത്തം മാറ്റിയാൽ മതിയല്ലോ. അതും ചെയ്യുന്നില്ല. നോക്കൂ, ഈ പറയുന്ന ADGP അജിത് കുമാറിനെ കുറിച്ച് അദ്ദേഹം ഒരു നൊട്ടോറിയസ് ക്രിമിനലാണ്, ക്രിമിനൽ സിൻഡിക്കേറ്റിൻ്റെ ഭാഗമാണ്, കൊലപാതകം നടത്തിക്കുന്ന ആളാണ്, കള്ളക്കടത്ത് ബന്ധമുള്ള ആളാണ്, പണം തട്ടിപ്പറിക്കുന്ന ആളാണ്, മന്ത്രിമാരുടെ അടക്കം ഫോൺ ചോർത്തുന്ന ആളാണ്, ദാവൂദ് ഇബ്രാഹിമിനെ പിടിക്കുന്ന ആളാണ്. ഇങ്ങനെയൊക്കെയാണ് ഇദ്ദേഹം ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഭരണപക്ഷ MLA. അപ്പോൾ സംസ്ഥാനത്തെ പോലീസ് ഫോഴ്സിൻ്റെ ഇത്രയും ഉന്നത സ്ഥാനത്തിരിക്കുന്ന ഒരാൾക്കെതിരെ ഒരാൾ പരസ്യമായി ഈ നിലക്കുള്ള ഇതൊരർത്ഥത്തിൽ ഡിഫമേറ്ററി ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് കൂടെയാണല്ലോ പറഞ്ഞിട്ടും ഈ അൻവറിനെതിരെ കേസെടുക്കുന്നില്ലല്ലോ. അൻവറിനെതിരെ ഇത് പറഞ്ഞതൊക്കെ തെറ്റാണെങ്കിൽ അൻവറിനെതിരെ കേസെടുക്കില്ല. പൂർണ്ണമായിട്ട് തള്ളിയിട്ടുമില്ല. അൻവറിനെ തള്ളിയിട്ടുമില്ല. അൻവർ പറഞ്ഞത് പഠിച്ചുകൊണ്ടിരിക്കുകയെന്നാണ് പാർട്ടി സെക്രട്ടറി പറഞ്ഞിരിക്കുന്നത്. ഈ പറയുന്ന ആരോപണം ഉന്നയിച്ച അൻവറിനെ സ്വന്തം ഓഫീസിലേക്ക് വിളിച്ചു വരുത്തുകയാണ് മുഖ്യമന്ത്രി ചെയ്തിരിക്കുന്നത്. ഇതെന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഒന്നുകിൽ നിങ്ങൾ അൻവറിനെ സമ്പൂർണ്ണമായി തള്ളിപ്പറയണം,
അല്ലെങ്കിൽ നന്ന ചുരുങ്ങിയത് ഇപ്പോൾ അന്വേഷണം നടക്കുക എന്ന് പറയണ്ടല്ലോ, ആ ഇരിക്കണ പോർട്ട്ഫോളിയോ, ഞാൻ പറയുന്നത് അയാളെ സസ്പെൻഡ് ചെയ്യണമെന്നോ അയാൾ ഒന്നുമല്ല പറയുന്നത്, ആ ലോ ആൻഡ് ഓർഡർ എന്ന് പറയുന്ന ആ പോർട്ട്ഫോളിയോ മറ്റൊരാൾക്ക് കൊടുക്കും. ഇയാളെ KSRTCയിൽ എങ്ങോട്ടും സമയമില്ല, അയാളിപ്പം അങ്ങനെ പോർട്ട്ഫോളിയോ ഇല്ലാതെയും ഇരിക്കാമല്ലോ. അതുപോലും ചെയ്യുന്നില്ല എന്ന് പറയുമ്പോഴാണ് ഇത് ADGP അജിത് കുമാർ സ്വമേധയാ വ്യക്തിപരമായി ചെയ്ത കാര്യമല്ല, മുഖ്യമന്ത്രിയുടെ താല്പര്യപ്രകാരം മുഖ്യമന്ത്രിക്ക് വേണ്ടി ചെയ്തതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടി വരുന്നത്. അങ്ങനെ വേറെയും വാർത്തകൾ വരുന്നു. ഇദ്ദേഹം റാം മാധവനെ പോയി കാണുമ്പോൾ മുഖ്യമന്ത്രിയുടെ ഇഷ്ടപ്പെട്ട ആളുകൾ കൂടെ ഉണ്ടായിരുന്നു എന്ന വാർത്തകൾ വരുന്നു. ആ പശ്ചാത്തലത്തിൽ കൂടെ അതും കൂടെ നമ്മൾ മനസ്സിലാക്കണം. അത് അറിഞ്ഞാൽ കേരളം ഞെട്ടും എന്നാണ് പ്രതിപക്ഷ നേതാവ് അതേക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതാരൊക്കെയാണെന്നുള്ളതിനെക്കുറിച്ച് അൺവെരിഫൈഡ് റിപ്പോർട്ടുകൾ വരുന്നുണ്ട്, അതവിടെ നിൽക്കട്ടെ. പക്ഷെ ഇതിൽ സംഭവിക്കുന്നത് എന്താണ്? മുഖ്യമന്ത്രി അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൻ്റെ താല്പര്യത്തിന് വേണ്ടി കൃത്യമായി പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഓഫീസ് കേന്ദ്രീകരിച്ച് നടന്ന കള്ളക്കടത്ത് കേസുണ്ട്, അദ്ദേഹത്തിൻ്റെ മകളുമായി ബന്ധപ്പെട്ട കേസുണ്ട്. ഇത്തരം കേസുകൾക്ക് വേണ്ടി നടത്തിയ കോംപ്രമൈസിൻ്റെ ഡീലുകളുടെ ഭാഗമാണോ എന്നൊരു ക്വസ്റ്റ്യനാണ് ഏറ്റവും പ്രധാനമായിട്ട് വരുന്നത്. അപ്പോൾ അതിനുവേണ്ടി ഈ മനുഷ്യൻ ഈ പണി ചെയ്യുമ്പോൾ ഇപ്പുറത്ത് സംഭവിക്കുന്നത് എന്താണ്? അദ്ദേഹം മുഖ്യമന്ത്രിയായത് തന്നെ ആകാശം ഇറങ്ങി വന്നല്ലോ, ഒരു പാർട്ടിയല്ലേ അദ്ദേഹത്തെ മുഖ്യമന്ത്രിയായത്. ഈ പാർട്ടിയുടെ ലക്ഷോപലക്ഷം അണികൾ വിയർത്ത് പണിയെടുത്തിട്ടാണല്ലോ ഈ പാർട്ടി അധികാരത്തിലെത്തുന്നതും ഈ പിണറായി വിജയൻ എന്ന് പറയുന്ന ആൾ മുഖ്യമന്ത്രിയായി മാറുന്നതും. ഈ പാർട്ടിയെ ഒറ്റിക്കൊടുക്കുകയല്ലേ ചെയ്യുന്നത്, ഈ പാർട്ടിയുടെ അടിത്തറ മാന്തുകയല്ലേ ചെയ്യുന്നത്, ഈ പാർട്ടിയുടെ അകം ഓരോ ദിവസവും ദുർബലമായിക്കൊണ്ടിരിക്കുകയല്ലേ ചെയ്യുന്നത്. ഇതെന്തുകൊണ്ടാണ് മനസ്സിലാക്കാത്തത്? എന്തുകൊണ്ടാണ് പാർട്ടിക്ക് ഇതിൽ വളരെ ഒരു അസർട്ടീവ് പൊസിഷൻ എടുത്തിട്ട് അതിനനുസരിച്ച് നീങ്ങാൻ പറ്റാത്തത്? ഇപ്പോൾ നാളെ LDF നടക്കാൻ പോവാണ്. LDFൽ അജിത് കുമാറിനെ മാറ്റണമെന്ന് CPI ഔദ്യോഗികമായി ആവശ്യപ്പെടുന്നൊക്കെയാണ് പുറത്തു വരുന്ന വാർത്തകൾ. അപ്പോൾ CPM ഇത് നീട്ടിക്കൊണ്ടു പോകുന്നതിനനുസരിച്ച് അവർ സ്വയം ദുർബലപ്പെടുകയാണ് ചെയ്യുന്നത്. എത്രയും വേഗം ഇതിനകത്ത് മനുഷ്യർക്ക് ബോധ്യപ്പെടുന്ന നിലപാടുകൾ സ്വീകരിച്ച് നടപടികൾ എടുത്തില്ലെങ്കിൽ വൈകുന്നതിനനുസരിച്ച് കൂടുതൽ അപകടങ്ങളിലേക്ക് പോവുകയാണ് ചെയ്യുക. അപ്പോൾ വിവേകശാലികളായ വല്ലവരും ആ പാർട്ടിക്കകത്ത് ബാക്കിയുണ്ടെങ്കിൽ അവർ ഉണർന്നെഴുന്നേറ്റ് ആക്ട് ചെയ്യേണ്ട അവസാനത്തെ സന്ദർഭമാണ്. അജിംസ്, ഇപ്പോൾ ദാവൂദ് സാറ് പറഞ്ഞു അല്ലേ, ഈ ക്രമസമാധാന ചുമതലയുള്ള ADGP ആണല്ലേ അജിത് കുമാർ. അദ്ദേഹത്തെ ആ പൊസിഷനിൽ നിന്ന് മാറ്റി നിർത്താൻ അത് വലിയ പാടുള്ള പണിയല്ല. പക്ഷേ എന്നിട്ടും, അല്ലെങ്കിൽ അതങ്ങനെ മാറ്റി നിർത്തിയാൽ തന്നെ എത്രയോ കോംപ്ലിക്കേഷൻ ഒഴിവാക്കാൻ പറ്റും. ഇപ്പോൾ ഈ പറയുന്ന ആരോപണങ്ങൾ പ്രതിപക്ഷത്തിൻ്റെ, മുന്നണിയിൽ നിന്ന്, ഒപ്പം തന്നെ പൊതുസമൂഹത്തിൽ നിന്നൊക്കെ ഉയരുന്ന ഒരുപാട് ചോദ്യങ്ങളിൽ നിന്ന് സർക്കാരിന് സേഫ് ആകാം. എന്നിട്ട് പോലും അത് ചെയ്യാതെ ADGP ഇപ്പോഴും അവിടെ തന്നെ ഇരിക്കുന്നെങ്കിൽ അദ്ദേഹം ചില്ലറക്കാരനല്ല. എന്താണ് അദ്ദേഹത്തിൻ്റെ പിന്നിലുള്ള പവർ എന്നാണ് ഞാനൊരു സാധാരണ ഒരു മാധ്യമപ്രവർത്തകൻ എന്ന് പോലും ഞാൻ പറയുന്നില്ല, ഒരു സാധാരണ നിലയിൽ ഈ വാർത്തകളൊക്കെ കാണുന്ന ഒരാളെന്ന നിലയിൽ ചോദിക്കുക, എന്താണ് ഈ അജിത് കുമാറിൻ്റെ പവർ? ഞാൻ ചില കാര്യങ്ങൾ നമ്മളിങ്ങനെ പൊതിഞ്ഞ് പറയും, വളരെ ഡിപ്ലോമാറ്റിക്കായിട്ട് പറയും. എങ്ങനെയാണ്, എന്തുകൊണ്ട് ADGP മാറ്റുന്നില്ല മുഖ്യമന്ത്രി, ഇങ്ങനെ ചോദ്യങ്ങൾ. ഇപ്പോൾ ദാവൂദ് സാഹിബ് ഇത്രയും സമയമെടുത്ത് ചോദിച്ച കാര്യം അതാണല്ലോ. ഞാൻ അതിനെ ഒറ്റ വാക്കിൽ മറ്റേ ബൃന്ദാ കാരാട്ടിൻ്റെ പ്രസംഗം പരിഭാഷ എന്ന പോലെ പോയി പിണറായി RSS ഡീലുണ്ട് എന്ന് തെളിയുകയാണ് ഓരോ ദിവസവും. അതായത് ADGP അജിത് കുമാർ അവിടെ ഇരിക്കുന്ന ഓരോ മണിക്കൂറും പിണറായി RSS ഡീലുണ്ട്. ഞാൻ അതിനെ CPM RSS ഡീലിന് ഞാൻ വിളിക്കുന്നില്ല. കാരണം CPM അത് ഇൻറ്റേർണലി അതിനെ തിരുത്താൻ ശ്രമിക്കുകയാണെന്നാണ് എനിക്ക് പുറത്തു വരുന്ന വിവരങ്ങൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഞാൻ 2 ഇൻസിഡൻറ്റ് പറയാം. ഒന്ന്, പാലക്കാട് മോഹൻ ഭാഗവത് പതാക ഉയർത്തുകയാണ്. മോഹൻ ഭാഗവത്തിൻ്റെ ഒരു സ്വാതന്ത്ര്യ ദിനത്തിൽ പതാക ഉയർത്തുന്നു എന്ന വാർത്ത വരുന്നു. അപ്പോൾ വാർത്ത വരുമ്പോൾ തന്നെ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയായ MV ജയരാജൻ പാലക്കാട് ജില്ലാ കളക്ടർക്ക് പറഞ്ഞു അത് തടയണം എന്ന് പറഞ്ഞുകൊണ്ട് അന്ന് രാത്രി തന്നെ മെസ്സേജ് കൊടുക്കുന്നു, അത് ഏത് വിധേനയും തടയണം. അപ്പോൾ കളക്ടർ രാത്രി തന്നെ നോട്ടീസ് ഇഷ്യൂ ചെയ്യുന്നു, സ്കൂളിൽ കൊടുക്കുന്നു. പക്ഷേ സ്കൂൾ അത് ഗൗനിക്കാതെ അവിടെ വന്ന് പതാക ഉയർന്നു. അപ്പോൾ അന്ന് വലിയ മാധ്യമ ശ്രദ്ധയാണ്. അതായത് പിണറായി വിജയൻ അധികാരമേറ്റ് 1 വർഷം കഴിയുമ്പോൾ നടക്കുന്ന സംഭവമാണത്, 2017. അപ്പോൾ ഭയങ്കര മാധ്യമ ശ്രദ്ധയാണ്. മോഹൻ ഭാഗവത് വന്ന് എല്ലാവരും വെല്ലുവിളിച്ച് പതാക ഉയർത്തിയിട്ട് പോകുന്നു. അപ്പോൾ അവിടെ നടന്നൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, അത് സ്കൂളിൻ്റെ കൊടിമരത്തേലല്ല പതാക ഉയർത്തുന്നത്, വേറെ തന്നെ ഒരു കൊടിമരം സ്ഥാപിച്ച് ആണ് പതാക ഉയർത്തിയത്. അവിടെ നാഷണൽ ഫ്ലാഗ് കോഡ് ലംഘിക്കപ്പെട്ടു. അതിൻ്റെ കാരണം വെച്ചാൽ ഈ പതാക ഉയർത്തുമ്പോൾ, ഇത്തരം സന്ദർഭങ്ങളിൽ പതാക ഉയർത്തുമ്പോൾ ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്. ഒന്ന്, എന്തൊക്കെയാണ് ഘട്ടം ഘട്ടമായിട്ട് ചെയ്യേണ്ട കാര്യമുണ്ട്. പതാക ഉയർത്തി കഴിഞ്ഞാൽ ദേശീയഗാനം ആലപിക്കണമെന്നാണ് ഫ്ലാഗ് കോഡ്. പകരം അവിടെ വന്ദേ മാതരം, അതായത് RSSന് പ്രിയമുള്ള വന്ദേ മാതരമാണ് ആലപിച്ചത്. അപ്പോൾ അത് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു. റിപ്പോർട്ട് ചെയ്യുമ്പോൾ പാലക്കാട് ജില്ലാ കളക്ടറായിരുന്ന മേരിക്കുട്ടി അവർ പോലീസ് സൂപ്രണ്ട്, അതായത് ജില്ലാ പോലീസ് മേധാവിക്ക് റിപ്പോർട്ട് കൊടുക്കുന്നു. ഇതിൽ ചട്ടലംഘനം ഉണ്ടായിട്ടുണ്ട്,
കേസെടുക്കണം, സംഘാടകർക്കെതിരെയും മോഹൻ ഭാഗവതിനെതിരെയും കേസെടുക്കണമെന്ന് റിപ്പോർട്ട് കൊടുക്കുന്നു. ഈ സംഭവം നടക്കുന്നത് രാവിലെ 11 മണിക്ക്, ഉച്ച കഴിഞ്ഞ് 2, 2:30, 3 മണിയാകുമ്പോഴത്തേക്ക് റിപ്പോർട്ട് കൊടുക്കുന്നു. പിറ്റേന്ന് രാവിലെ നമ്മൾ കേൾക്കുന്ന വാർത്ത എന്താണെന്ന് അറിയാം? മേരിക്കുട്ടി ഉൾപ്പെടെ കേരളത്തിലെ 5 ജില്ലാ കളക്ടർമാരെ സ്ഥലം മാറ്റി. ഇത് എം വി ജയരാജൻ അന്ന് സി പി എമ്മിൻ്റെ സംസ്ഥാന കമ്മിറ്റി അംഗമാണ്. ആ സംസ്ഥാന കമ്മിറ്റി അംഗമായ ആളാണ് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി. അദ്ദേഹം പൊളിറ്റിക്കലായിട്ട് കൊടുത്തൊരു നിർദ്ദേശമാണ് അത് തടയണം എന്നുള്ളത്. പൊളിറ്റിക്കലായിട്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് കൊടുക്കുന്ന നിർദ്ദേശമായിട്ട് ഞാൻ കാണാം. ഇപ്പോൾ മോഹൻ ഭാഗവതർ പതാക ഉയർത്താൻ പാടില്ല അങ്ങനെയൊന്നുമില്ല. പക്ഷേ ഈ കുറി ആ സമയത്തെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ സംസ്ഥാന സർക്കാർ പ്രത്യേകമായ സർക്കുലർ പുറപ്പെടുവിച്ചു. സ്കൂളുകളിൽ ഈ സ്വാതന്ത്ര്യദിനം വിപുലമായി ആഘോഷിക്കുമ്പോൾ ആരൊക്കെയാണ് അത് പതാക ഉയർത്തേണ്ടത് എന്നുള്ള കൃത്യമായ നിർദ്ദേശം ഒന്നുകിൽ സ്കൂൾ മേധാവി, അതായത് പ്രിൻസിപ്പൽ, അതല്ലെങ്കിൽ ആ സ്ഥലത്തെ ആ വാർഡിലിരിക്കുന്നത് വാർഡ് മെമ്പർ, ജനപ്രതിനിധികൾ, അവരാണത് ചെയ്യേണ്ടത് എന്നുള്ളത്. ആ സർക്കുലർ ലംഘിച്ചു എന്നുള്ളതേ പ്രശ്നമുള്ളൂ. പക്ഷേ ഈ നാഷണൽ ഫ്ലാഗ് കോഡ് ലംഘിച്ചു എന്ന് ഒരു ജില്ലാ കളക്ടർ റിപ്പോർട്ട് കൊടുത്തിട്ട് പോലീസ് കേസെടുത്തില്ല എന്ന് മാത്രമല്ല, ആ റിപ്പോർട്ട് കൊടുത്ത ജില്ലാ കളക്ടർ സ്ഥലം മാറ്റി, പിറ്റേന്ന് തന്നെ സ്ഥലം മാറ്റി. ഇതിൽ നിന്ന് രേഷ്മ എന്താ മനസ്സിലാക്കുന്നത്? ഇത് ആരുടെ താല്പര്യമാണ് സംരക്ഷിക്കപ്പെടുന്നത്? ഇനി രേഷ്മ ചുമ്മാ വെറുതെ ഗൂഗിൾ എടുത്തിട്ട് ധൈര്യമുണ്ടെങ്കിൽ കേസെടുക്കും എന്നൊന്ന് മലയാളത്തിൽ ടൈപ്പ് ചെയ്യുക, അതിൽ വരുന്ന വാർത്തകൾ വായിച്ചു നോക്കുക. അതാരായിരിക്കും പറഞ്ഞിട്ടുണ്ടാവും? കേരളത്തിൽ BJP നേതാക്കളാണ്. സാധാരണ രീതിയിൽ ഒരു പാർട്ടിയുടെ സർക്കാർ ഭരിക്കുന്നു, പ്രതിപക്ഷത്തിനെതിരെ കേസെടുക്കുക, അവരെ വേട്ടയാടുകയോ ചെയ്യുന്ന പ്രതിപക്ഷത്തിൻ്റെ റിയാക്ഷൻ എങ്ങനെയായിരിക്കും? ഇപ്പോൾ VD സതീശിനെതിരെ പോലീസ് ഒരു കേസെടുക്കുകയാണ്. VD സതീശൻ പറഞ്ഞാൽ പിണറായിയുടെ പോലീസ് പ്രതിപക്ഷത്തെ വേട്ടയാടുന്നു. ഇപ്പോൾ മോദി സർക്കാർ രാഹുൽ ഗാന്ധിക്കെതിരെ കേസ്, രാഹുലിൻ്റെ പ്രസ്താവന എങ്ങനെയായിരിക്കും? സർക്കാർ പോലീസിനെ ഉപയോഗിച്ച് ഞങ്ങൾ വേട്ടയാടുന്നു. പക്ഷേ കേരളത്തിൽ മാത്രം BJPക്കാർ എന്ത് പറയും? ധൈര്യമുണ്ടെങ്കിൽ കേസെടുക്കും. എത്രയോ ഉദാഹരണങ്ങൾ. അത് മറ്റേ തൃശ്ശൂരിൽ നടന്ന കള്ളപ്പണ ഇഷ്യൂ മാത്രമല്ല, ശബരിമല പ്രൊട്ടസ്റ്റിൻ്റെ സമയത്ത് മാത്രമല്ല, ചുമ്മാ വെറുതെ ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ മതി. ധൈര്യമുണ്ടെങ്കിൽ കേസെടുക്കുക എന്ന് വെല്ലുവിളിക്കുന്ന, കേരളത്തിലെ പോലീസിനെ വെല്ലുവിളിക്കുന്ന ഒരേ ഒരു പാർട്ടിയുള്ളത് BJP RSS ആണ്. ശബരിമലയിൽ പോലീസ് പരാജയപ്പെട്ടിടത്ത് RSSൻ്റെ നേതാവിനെ മൈക്ക് കൊടുത്തിട്ട് ആഹ്വാനം കൊടുത്ത് ഇന്ത്യയിൽ വേറെ എവിടെയും സംഭവം ഉണ്ടാവില്ല. അങ്ങനെ ഉണ്ടാവുമോ? പോലീസിന് ക്രമസമാധാന ചുമതലയുള്ള ഒരു സ്ഥലത്ത് RSS ക്രമസമാധാന ചുമതല ഏറ്റെടുക്കുകയും മൈക്കിലൂടെ പ്രസംഗിക്കുകയും ചെയ്യുന്ന വേറെ എവിടെയും കാണാൻ പറ്റുമോ? ഇല്ല. ഇനി രണ്ടാമത്തെ ഒരു ഇൻസിഡൻറ്റ്, അലൻ ഷുഹൈബിനും താഹയ്ക്കുമെതിരായിട്ടുള്ള കേസ്. അപ്പോൾ ഈ കേസിൽ ഇവർക്ക് ജാമ്യം നൽകിക്കൊണ്ട് അന്നത്തെ NIA കോടതി ഒരു വിധി പുറപ്പെടുവിച്ചു. ആ ജാമ്യത്തിൽ തന്നെ ഈ കേസ് എത്രമാത്രം ഫേക്കാണെന്നും ഇതെന്തുകൊണ്ട് നിലനിൽക്കില്ല എന്നും ഒരു ജാമ്യ വിധിയിൽ പോലും ആ കേസിൻ്റെ മെറിറ്റ് വെച്ചിട്ടാണ് ആ ജാമ്യ വിധി ഉണ്ടായിരുന്നത്. അതിൽ അവർക്ക് ജാമ്യം ലഭിച്ചു കഴിഞ്ഞ സമയത്ത് അലൻ ഷുഹൈബിൻ്റെ ഒരു ബന്ധുവുണ്ട്. അദ്ദേഹം ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടു. ഈ കേസിൻ്റെ കാര്യത്തിൽ ഞങ്ങളോട് അനുഭാവം പ്രകടിപ്പിച്ചവരിൽ CPM ജനറൽ സെക്രട്ടറി സഖാവ് സീതാറാം യെച്ചൂരി, പൊളിറ്റ് ബ്യൂറോ അംഗങ്ങളായ സഖാവ് പ്രകാശ് കാരാട്ട്, S രാമചന്ദ്രൻപിള്ള, MA ബേബി, കേരള ധനകാര്യമന്ത്രി സഖാവ് തോമസ് ഐസക്, CPI നേതാവ് സഖാവ് ബിനോയ് വിശ്വം, മുസ്ലിം ലീഗ് നേതാവ് ഡോക്ടർ MK മുനീർ, CPM കോഴിക്കോട് ജില്ലാ സെക്രട്ടറി സഖാവ് P മോഹൻ മാസ്റ്റർ എന്നിവർ പെടുന്നു. ഇതിൽ പിണറായി വിജയൻ്റെ പേരില്ല, സ്വാഭാവികമാണ്. അതായത് ആരൊക്കെയാണ്? പാർട്ടിയുടെ സമുന്നതരായ നേതാക്കൾ, അതായത് പിണറായി വിജയൻ കൂടുന്ന കമ്മിറ്റിയിലെ പോളിറ്റ് ബ്യൂറോ അംഗങ്ങൾ ഉൾപ്പെടെ എല്ലാവരും ഈ കേസിൽ അലൻ ഷുഹൈബിനൊപ്പമായിരുന്നുവെന്ന് അദ്ദേഹത്തിൻ്റെ ബന്ധു വിളിച്ചു പറയുകയാണ്. ഈ പിണറായി വിജയൻ എന്താ പറഞ്ഞത്? ചായ കുടിക്കാൻ പോയതിനല്ല അവർക്കെതിരെ കേസെടുത്തതെന്നാണ്. ഇത് ആരുടെ രാഷ്ട്രീയമാണ്? പിണറായി വിജയനും RSS തമ്മിൽ ഡീലില്ല എന്ന് പറയുന്നവർ, പാർട്ടിയുടെ സമുന്നതരായ നേതാക്കൾ അലൻ ഷുഹൈബിനും എതിരായിട്ടുള്ള കേസ് വ്യാജമാണെന്നും അതില്ലാത്ത കേസാണെന്നും അതിൽ അലൻ ഷുഹൈബിൻ്റെ വീട്ടുകാരോടൊപ്പമാണ് നിൽക്കേണ്ടതെന്ന് അവർ വ്യക്തിപരമായി തീരുമാനിക്കുക, അവർ പിന്തുണ കൊടുക്കുകയും ചെയ്തു. എന്നിട്ട് പൊളിറ്റ് ബ്യൂറോ അംഗമായ പിണറായി വിജയൻ മറിച്ചൊരു അഭിപ്രായം പറയണമെങ്കിൽ അത് ആരുടെ നയം നടപ്പാക്കുന്നതാണ്? അത് എന്തിനു വേണ്ടിയാണ്? ഇത് പിണറായി പറഞ്ഞില്ലെങ്കിൽ നമ്മൾ പറയണം. പിണറായി 10 ദിവസമായിട്ട് മിണ്ടുന്നില്ല എങ്കിൽ നമ്മൾ ഈ ഉദാഹരണ സഹിതം അത് അങ്ങനെ തന്നെ പറയണം. അത് പോയിന്റ് ഔട്ട് ചെയ്ത് പറയണം. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇത് CPM വിമർശിക്കാനും CPM നന്നാക്കാൻ വേണ്ടി ചെയ്യുന്നതല്ല. ഇത് നമ്മുടെ പോലീസ് അപ്പാരറ്റസിനെ ബാധിച്ചൊരു ക്യാൻസറിനെ നമ്മൾ എക്സ്പോസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇത് CPM അവരുടെ പണി എടുക്കട്ടെ. അതിൻ്റെ പാർട്ടി പ്രവർത്തകർ ബ്രാഞ്ച് സമ്മേളനങ്ങളിലോ ലോക്കൽ സമ്മേളനങ്ങളിലോ ഏരിയ സമ്മേളനങ്ങളോ അവർക്ക് കഴിഞ്ഞ 8 വർഷമായിട്ട് ഇത് ചെയ്യാൻ പറ്റിയിട്ടില്ല. അവർക്ക് തിരിച്ചറിഞ്ഞിട്ടോ അത് പറ്റിയിട്ടില്ല. ഒന്നുകിൽ അവരെ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടോ അല്ലെങ്കിൽ അവർ അന്ധമായ പിണറായി ഭക്തിയാലോ അത് ചെയ്യാൻ പറ്റിയിട്ടില്ല. പക്ഷേ അതല്ല, നമ്മുടെ പോലീസ് സംവിധാനത്തെ കാർന്നു നിന്നൊരു ക്യാൻസറാണ്. അത് എക്സ്പോസ് ചെയ്യപ്പെടണം, അത് തുറന്നു കാട്ടപ്പെടണം. CPM അതിൻ്റെ അണികൾ, അതിൻ്റെ നേതാക്കൾ, അവരുടെ പാർട്ടി മുഖ്യമന്ത്രിയെ തിരുത്താനോ അല്ലെങ്കിൽ മറ്റു പണിയെടുക്കട്ടെ. ഇത് മുഖ്യമന്ത്രി എന്ന നിലയിൽ നമ്മുടെ സെക്യൂരിറ്റി, നമ്മുടെ സുരക്ഷ, നാടിൻ്റെ ക്രമസമാധാനം, ഇത് പാലിക്കേണ്ട ഉത്തരവാദിത്തപ്പെട്ട ഒരാളെന്ന നിലയിൽ ഇത് അദ്ദേഹം മറുപടി പറഞ്ഞില്ലെങ്കിൽ അദ്ദേഹത്തെ കൊണ്ട് മറുപടി പറയിപ്പിക്കണം, അത് എക്സ്പോസ് ചെയ്യപ്പെടണം. ഈ ഉദാഹരണങ്ങൾ മുന്നിൽ വെച്ചാൽ അപ്പോൾ ഞാൻ ഈ 2 കേസേ പറയുന്നുള്ളൂ. ഞാൻ മാവോയിസ്റ്റ് കേസ് വിടുകയാണ്. അപ്പോൾ മാവോയിസ്റ്റുകളെ കൊല്ലുന്നത് CPMകാർ മാത്രമോ കോൺഗ്രസ്സുകാർ മാത്രമോ BJPക്കാർ മാത്രമോ ഒന്നല്ല. മാവോയിസ്റ്റുകൾ അവിടെ ഉണ്ട്, അവിടെ എല്ലാ സർക്കാരുകളും കൊല്ലുന്നുണ്ട്. തെലങ്കാനയിൽ കഴിഞ്ഞ ദിവസം കോൺഗ്രസ് സർക്കാരാണ് മാവോയിസ്റ്റുകളെ കൊന്നിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ ആ കേസ് ഞാൻ വിടുകയാണ്. ഈ 2 കേസ്
ഒന്ന് മോഹൻ ഭാഗവത് പതാക ഉയർത്തിയ കേസ്, രണ്ട് ആലൻ ഷുഹൈബിൻ്റെ കേസ്. ഈ 2 കേസ് തെളിയിക്കുന്നത്, പച്ചയായി തെളിയിക്കുന്നത് RSS നയമാണ് പിണറായി വിജയൻ നടപ്പാക്കുന്നത്. അതിന് കാരണം RSS പിണറായി വിജയൻ ഡീലുണ്ടെന്ന് തെളിയിക്കുന്നതാണ്. അല്ലെങ്കിൽ മറിച്ചുള്ള തെളിവുകൾ നമ്മുടെ മുമ്പിൽ വരണം. പാർട്ടിക്ക് ഇത് ബോധ്യപ്പെട്ടിട്ടുണ്ടോ? പാർട്ടിക്ക് ബോധ്യപ്പെട്ടുകൊണ്ടാണല്ലോ പാർട്ടിക്ക് എനിക്ക് സങ്കടം ഒന്നും കാര്യം ഇത് പാർട്ടിക്ക് പറയാൻ കഴിയുന്നില്ല. പാർട്ടിക്ക് പറയാൻ കഴിയാത്തതുകൊണ്ട് അൻവർ പറയുന്നു. അല്ലാതെ അൻവർ എന്നയാൾ ഒരു ഒറ്റയാൾ പോരാട്ടമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അൻവർ ഒറ്റയ്ക്കാണെങ്കിൽ ഇത്രയധികം വിവരങ്ങൾ അദ്ദേഹത്തിന് കിട്ടില്ല, ഇത്രയധികം വിവരങ്ങൾ അദ്ദേഹത്തിന് ലഭിക്കില്ല. ഈവൻ പോലീസ് സേനയിലെ ഉന്നത ഉദ്യോഗസ്ഥരടക്കം തന്നെ അദ്ദേഹത്തിന് ശബ്ദ മെയിലായിട്ട് തന്നെ വിവരങ്ങൾ കൊടുക്കുകയാണ്, പ്രധാനപ്പെട്ട ക്രൂഷ്യൽ വിവരങ്ങൾ കൊടുക്കുകയാണെന്ന് അദ്ദേഹം തന്നെ പറയുന്നുണ്ട്. അപ്പോൾ ഈ പോരാട്ടം ഇത് CPM-ൻ്റെ പോരാട്ടമാണ് അൻവർ നടത്തുന്നത്. അൻവർ പരസ്യമായി നടക്കുന്നു. അതിൻ്റെ ഉള്ള അകത്തുള്ള പോരാട്ടം പാർട്ടി സമ്മേളനങ്ങളിൽ. ഇതിപ്പോൾ ഇന്നും നാളെയും തീരാൻ പോകുന്നൊരു പ്രശ്നമല്ല. ഇപ്പോൾ ബ്രാഞ്ച് സമ്മേളനം നടക്കുന്നു, ഈ ലോക്കൽ സമ്മേളനങ്ങൾ വരും. അതുകൊണ്ടാണ് അൻവർ പറയുന്നത് 1-ാം ഘട്ടം കഴിഞ്ഞു എന്ന്. 2-ാം ഘട്ടം ലോക്കൽ സമ്മേളനം തുടങ്ങുമ്പോൾ വരും, 3-ാം ഘട്ടം ഇര സമ്മേളനങ്ങൾ വരും, സംസ്ഥാന സമ്മേളനം വരെ നീളാൻ പോകുന്ന ഒരു CPM-ൻ്റെ പോരാട്ടമാണ് നടക്കുന്നത്. പക്ഷേ അത് CPM നടത്തിക്കോട്ടെ. ഈ സംസ്ഥാനത്തെ പൗരന്മാർ, ടാക്സ് പേയേഴ്സ് എന്ന നിലയിൽ നമ്മുടെ പോലീസ് സംവിധാനത്തെ ബാധിച്ചിട്ടുള്ള ഗുരുതരമായ പ്രശ്നം, ആ പ്രശ്നത്തെ പൗരന്മാർ എന്ന നിലയിൽ എക്സ്പോസ് ചെയ്യപ്പെടണം, അത് ചോദ്യം ചെയ്യണം, മുഖ്യമന്ത്രി കൊണ്ട് മറുപടി പറയിപ്പിക്കും. യെസ്, മുഖ്യമന്ത്രി മറുപടി പറയണം. അത് അത്രയും ഗൗരവമായ ഗുരുതരമായ വിഷയമാണ്. അത് മാത്രമല്ല, സ്വന്തം അണികളോട് എന്തെങ്കിലും ആത്മാർത്ഥതയുണ്ടെങ്കിൽ ഈ പ്രസ്ഥാനത്തെ വിശ്വസിച്ച് പാർട്ടിക്ക് വേണ്ടി കൊടി പിടിച്ചും പോസ്റ്റർ ഒട്ടിച്ചും നടക്കുന്ന 10,000-കണക്കിന് മനുഷ്യരുണ്ട്. അവരോട് കൃത്യമായി ഉത്തരം പറയാത്തത് അവരോടുള്ള വഞ്ചന തന്നെയാണ്. ഉത്തരം പറയട്ടെ. നാളെ ഇപ്പോൾ LDF യോഗം ചേരുന്നുണ്ട്. തീർച്ചയായും ഈ വിഷയം വലിയ ചർച്ചയാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. നമുക്ക് കാത്തിരിക്കാം.